നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന നാലാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യ 15 റൺസിന് വിജയിച്ചു. മത്സരത്തിൽ ശിവൻ ദ്യൂബക്ക് പകരം കൺകഷൻ സബ്ബായിട്ട് ഹർഷിത് റാണയെ ഇറക്കിയത് വലിയ വിവാദമായി മാറിയിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ തന്നെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല, ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. തീരുമാനമെടുത്തത് ടീം ഇന്ത്യ അല്ല, ഇന്ത്യ ആരെയാണ് തങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കേണ്ടതെന്ന് പേര് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ടീമിന്റെ താരത്തെ ആരെ ഇറക്കണം, സബ്ബായിട്ട് ആരെ ഇറക്കണം, ആ തീരുമാനം അംഗീകരിക്കണമോ വേണ്ടയോ, അത് അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് മാച്ച് റഫറിയാണ്. ജവഗൽ ശ്രീനാഥ് അംഗീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഹർഷിത് റാണയെ കളിക്കളത്തിലേക്ക് ഇറക്കിയത്. എന്തായാലും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദമായി എന്നുള്ളതാണ് ചോദ്യം. ICCയുടെ പ്ലേയിങ് കണ്ടീഷൻ അനുസരിച്ച് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് എന്ത് റൂളാണുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. സോ ICC പ്ലേയിങ് കണ്ടീഷൻ കൃത്യമായിട്ട് പറയുന്നു, കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് must be a like for like replacement for a concussed player. So concussed ആയിട്ടുള്ള താരത്തിന് പകരം കൊണ്ടുവരേണ്ടയാൾ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ്. ആ താരത്തെ പോലെ തന്നെ കളിക്കുന്ന ഒരു കളിക്കാരനാണ്. ഡ്യൂബെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ്. അദ്ദേഹത്തിന് സീം ബൗളിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷെ അത് അത്രയധികം അദ്ദേഹത്തിന്റെ ബൗളിംഗ് ടീം ഇന്ത്യ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം റാണ ഓൺ ദി അതർ ഹാൻഡ് സ്പെഷ്യലിസ്റ്റ് പേസ് ബോളറാണ്. അദ്ദേഹത്തിന് ബാറ്റ് ഓന്നങ്ങ് കണ്ണടച്ച് വീശുന്ന പോലെ വീശാമെന്നല്ലാതെ അദ്ദേഹം ബേസിക്കലി പേസ് ബോളറാണ്. അതുകൊണ്ടാണ് ഇത് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല എന്നുള്ള വാദം ഉയരുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ദ്യൂബെ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന ആളാണ്, എന്നാൽ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ബൗളിംഗ് എന്ന് പറയുന്നത്. ദ്യൂബെ ആകെ 9 ഓവറുകളാണ് അദ്ദേഹത്തിന്റെ 12 T20 മത്സരങ്ങളിൽ എറിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക. അതേസമയം റാണ അദ്ദേഹത്തിന്റെ T20 ഡെബ്യൂ ആണ് നടത്തുന്നത്. മികച്ച രൂപത്തിൽ പന്തെറിയാൻ കഴിവുള്ളയാളാണ്. അവിടെയാണ് ഇത് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല എന്നുള്ള വാദം വരുന്നത്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് മാച്ച് റഫറി അത് അനുവദിച്ചു എന്നുള്ളതാണല്ലോ ചോദ്യം. അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ICCയുടെ നിയമത്തിൽ, അതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് ആ ക്ലോസ് എന്ന്. ICCയുടെ ആ ഒരു ക്ലോസ് 1.2.7.4 ആ ഒരു ക്ലോസിൽ പറഞ്ഞത് എങ്ങനെയാണ്, പ്ലേയിങ് കണ്ടീഷൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇൻ അസസിങ് വെദർ ദി നോമിനേറ്റഡ് കൺകഷൻ റീപ്ലേസ്മെന്റ് ഷുഡ് ബി കൺസിഡർഡ് എ ലൈക്ക് ഫോർ ലൈക്ക് പ്ലെയർ, the ICC match referee should consider the likely role the concussed player would have played during the remainder of the match and the normal role that would be performed by the nominated concussion replacement. അതാണ് നോക്കേണ്ടത്. അപ്പം ഇനി ഈ കളിയുടെ ബാക്കി ഭാഗത്ത് ഈ കൺകസ്ഡ് ആയിട്ടുള്ള പ്ലെയർ എന്ത് റോളാണോ വഹിക്കുക, അത് റീപ്ലേസ്ഡ് ആയിട്ടുള്ള പ്ലെയർക്ക് വഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും റീപ്ലേസ്ഡ് ആയിട്ടുള്ള താരത്തിന് ചെയ്യാൻ പറ്റില്ല. അത് നോക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇനി ഈ കളിയുടെ ബാക്കി ഭാഗത്ത് ശിവൻ ദ്യൂബെ കളിക്കുകയാണെങ്കിൽ എറിയും, ബോൾ എറിയും, 4 ഓവർ അദ്ദേഹത്തിന് മാക്സിമം എറിയാം. അതാണ് ഇനി അദ്ദേഹത്തിന് വഹിക്കാനുള്ള റോള്. അപ്പോൾ ഹർഷിത് റാണയ്ക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അദ്ദേഹത്തെ അവിടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇറക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗത്തേക്ക് ലൈക്ക് ഫോർ ലൈക്ക് എന്നുള്ളതാണ് അവിടെ വെച്ച് നോക്കുന്നത്. ശരിയാണ്, ഹർഷിത് റാണയുടെ ബൗളിംഗ് എവിടെ കിടക്കുന്നു, ശിവൻ ദ്യൂബയുടെ ബൗളിംഗ് എവിടെ കിടക്കുന്നു, അത് വേറെ കാര്യം. അത് അവിടെ പരിഗണിക്കാനുള്ള വഴിയില്ല. ഇനി കളിയുടെ ബാക്കി ഭാഗത്ത് എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് വെച്ചുകൊണ്ടാണ് മാച്ച് റഫറി ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിലും ക്ലോസ് 1.2.7.3 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ICC മാച്ച് റഫറി ഷുഡ് ഓർഡിനറിലി അപ്രൂവ് ദി കൺകഷൻ റീപ്ലേസ്മെന്റ് റിക്വസ്റ്റ് ഇഫ് ദി റീപ്ലേസ്മെന്റ് ഈസ് ലൈക്ക് ഫോർ ലൈക്ക് പ്ലെയർ ഹൂസ് ഇൻക്ലൂഷൻ വിൽ നോട്ട് എക്സസീവ്ലി അഡ്വാൻറ്റേജ് ഹിസ് ഓർ ഹെർ ടീം ഫോർ ദി റിമൈൻഡർ ഓഫ് ദി മാച്ച് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാച്ച് റഫറിയാണ്. ഇങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിന് അധികമായിട്ട് അഡ്വാൻറ്റേജ് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് അവിടെ ഉറപ്പുവരുത്തി എന്നുള്ളതാണ് ചോദ്യം. ശിവൻ ദ്യൂബ് ബൗൾ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഹർഷിത് റാണ ബൗൾ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഇപ്പം ഓസ്ട്രേലിയക്കെതിരെ 2020 ഇന്ത്യ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. രവീന്ദ്ര ജഡേജ മേഡ് വേ ഫോർ യശ്വന്ദ്ര ചാഹൽ. അത് അന്ന് ഓസ്ട്രേലിയൻ കോച്ച് ജസ്റ്റിൻ ലാംഗർ ശക്തമായിട്ട് വിമർശിച്ചിരുന്നതാണ്. പക്ഷെ അതിൽ യശ്വന്ദ്ര ചാഹൽ ജഡേജ അത് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ലിറ്റൻ ദാസിന് പകരം മെഹദി ഹസൻ മിറാസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് 2019 ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ. അന്ന് ലിറ്റൻ ദാസ് നമുക്കറിയാം വിക്കറ്റ് കീപ്പറാണ്, മെഹദി ഹസൻ മിറാസ് ബൗൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം ഓൾറൗണ്ടറാണല്ലോ. അപ്പോൾ മെഹദി ഹസൻ മിറാസിനെ പക്ഷെ അന്ന് ബൗൾ ചെയ്യാൻ സമ്മതിച്ചില്ല മാച്ച് റഫറി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരർത്ഥത്തിൽ ജവഗൽ ശ്രീനാഥ് ഇത് മാത്രമാണ് നോക്കിയത്. റിമൈൻഡർ ഓഫ് ദി ഗെയിമിൽ എന്തായിരിക്കും ശിവൻ ദ്യൂബ ചെയ്യുക, ആ കാര്യമല്ലേ ഹർഷിത് റാണയും ചെയ്യുക എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളൂ. പക്ഷെ രണ്ടുപേരുടെയും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. സോ ഇവിടെ ICCയുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോളാണ് യഥാർത്ഥത്തിൽ വില്ലനായിട്ട് മാറിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു.
ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.